പ്രീമിയർ ലീഗിലെ കഴിഞ്ഞ വീക്കെൻഡിലെ ഏറ്റവും സവിശേഷമായ പോരാട്ടം മാഞ്ചസ്റ്റർ സിറ്റിയും ആർസനലും തമ്മിലുള്ള ഒരു ബിഗ് ഫൈറ്റ് തന്നെയായിരുന്നു. എത്തിഹാദ് സ്റ്റേഡിയത്തിലെ ആ ഒരു ഹൈ ഡെസിബിൾ പോരാട്ടം നമ്മൾ വലിയ ആവേശത്തോടെയാണ് കാത്തിരുന്നത്. കാരണം ആ ഒരു രണ്ട് ടീമുകളും മാഞ്ചസ്റ്റർ സിറ്റിയും ആർസനലും കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരും റണ്ണേഴ്സ് അപ്പും നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ എന്തായാലും ആവേശം വലിയ തോതിൽ ഉയരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളുടെ പ്രതീക്ഷകൾ തെറ്റുന്ന രീതിയിൽ അതിലും വലിയ രീതിയിലുള്ള ഒരു ത്രില്ലർ സിനിമ കണ്ടതിന്റെ ഒരു പ്രതീതിയാണ് മത്സരശേഷം ആരാധകർക്ക് അല്ലെങ്കിൽ ഫുട്ബോൾ പ്രേമികൾക്ക് അനുഭവപ്പെട്ടത്. ട്വിസ്റ്റ് ആൻഡ് ടേൺസും മെലോഡ്രാമാറ്റിക് ആയുള്ള സംഭവവികാസങ്ങളും വിവാദങ്ങളും ഒക്കെ നിറഞ്ഞ ശരിക്കും ഒരു പോട്ട് ബോയിലർ സിനിമ കണ്ടതിന്റെ ഒരു ഫീലാണ് നമുക്ക് അനുഭവപ്പെട്ടത്. ആർസനലിനെ സംബന്ധിച്ച് അവർ വീരോചിതമായി തന്നെ സിറ്റിയുടെ തട്ടകത്തിൽ പോരാടി എന്ന് പറയേണ്ടി വരും. കാരണം 45 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 50-55 മിനിറ്റോളം ഏതാണ്ട് 10 പേരുമായാണ് അവർ സിറ്റിയെ നേരിട്ടത്. മൈറ്റി സിറ്റിയെ, കാരണം ഇത്രയും വലിയ അറ്റാക്കിംഗ് നിരയൊക്കെയുള്ള വളരെ കൺസിസ്റ്റന്റ് ആയി കളിക്കുന്ന സിറ്റിയെ 10 പേരുമായി ഏതാണ്ട് 3/4 മണിക്കൂറോളം അവർ നേരിട്ടു. 2-1 അവർ ലീഡ് നിലനിർത്തി കളിയുടെ അവസാന നിമിഷം, ഇഞ്ചുറി ടൈമിന്റെ അല്ലെങ്കിൽ സ്റ്റോപ്പേജ് ടൈമിന്റെ ലാസ്റ്റ് നിമിഷമാണ് അവർക്ക് ആ ഒരു കൂട്ടപ്പൊരിച്ചിനിടയിൽ ആ ഗോൾ വഴങ്ങേണ്ടത് വന്നത്. ഇപ്പൊ ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പാണെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ തന്നെ കണക്കൂട്ടാം. കാരണം സിറ്റിയെ സംബന്ധിച്ച് സിറ്റി ഒരു വിജയം ആഗ്രഹിക്കുന്നുണ്ടാവും. സ്വന്തം തട്ടകമാണ്, ആ ഒരു ഹോം അഡ്വാൻറ്റേജ് അവർക്കുണ്ട്. ആർസനലിനെ സംബന്ധിച്ച് ഒരു ഡ്രോ കിട്ടിയാലും അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ കളി തീർന്നപ്പോൾ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. സിറ്റിക്ക് ആശ്വാസവും ആർസനലിന് നിരാശയുമായിരുന്നു. ആർസനലിന്റെ ഒരു ഡിഫൻസ് വളരെ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ കാര്യമായിട്ടുള്ള മുന്നേറ്റങ്ങളൊന്നും അവർ നടത്തിയില്ല. ഏതാണ്ട് എല്ലാ താരങ്ങളും ആർസനലിന്റെ ആ ഒരു ഹാഫ് തന്നെയായിരുന്നു. സിറ്റിയുടെ നീക്കങ്ങളെ എങ്ങനെയൊക്കെ പ്രതിരോധിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഡേവിഡ് റായയുടെ ഒരു പെർഫോമൻസ്, ആർസനൽ ഗോളി ഡേവിഡ് റായയുടെ ഒരു പെർഫോമൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയേണ്ടി വരും. കാരണം അത്ര മികച്ച സേവുകളാണ് അദ്ദേഹം നടത്തിയത്, തകർപ്പൻ സേവുകൾ. പിന്നെ ടോട്ടലായി മത്സരം നോക്കുകയാണെങ്കിൽ സിറ്റിയുടെ ഒരു ഹോൾ ആയുള്ള ഒരു ടോട്ടൽ ഡൊമിനൻസ് ആയിരുന്നു. കാരണം അവർ 33 ഷോട്ടുകളും 11 ഓൺ ടാർഗറ്റ് ഷോട്ടുകളുമാണ് ഉതിർത്തത്. ആർസനലിനെ സംബന്ധിച്ച് വെറും 5 ഷോട്ടുകളും 3 ഓൺ ടാർഗറ്റ് ഷോട്ടുകളെ ഉണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് ഹാഫിൽ ആർസനൽ പൂർണ്ണമായും ഡിഫൻസിലേക്ക് വലിഞ്ഞു എന്നുള്ളതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ടീമിനെ സംബന്ധിച്ച് വേറെ ഒരു ഓപ്ഷൻ ഇല്ല. കാരണം 10 പേരായി ചുരുങ്ങി, അതുകൂടാതെ അവർക്ക് 2-1 ലീഡ് കീപ്പ് ചെയ്യണം അല്ലെങ്കിൽ നിലനിർത്തണം. അപ്പോൾ ബസ് പാർക്കിംഗ് മാക്സിമം ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് നല്ല രീതിയിൽ തന്നെ ആർസനൽ ഡിഫെൻഡ് ചെയ്തു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പിന്നെ സിറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹാലൻഡിന്റെ ആ ഒരു ഗോൾ, തുടക്കത്തിൽ തന്നെ ഹാലൻഡിന് ഗോൾ നേടാൻ പറ്റി. സാവിനിയോയുടെ ഒരു നല്ലൊരു നീക്കത്തിനൊടുവിലായിരുന്നു ഹാലൻഡിന്റെ മികച്ചൊരു ഫിനിഷ്. ഹാലൻഡ് ഇപ്പം 10 ഗോളുകളാണ് ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ നേടിയിരിക്കുന്നത്. അതുകൂടാതെ അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിക്കായിട്ട് ഇപ്പം 100 ഗോളുകൾ തികച്ചിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു മൈൽ സ്റ്റോൺ ഒക്കെ സംഭവിച്ചു. പിന്നെ ആർസനലിന്റെ ഗോളാണെങ്കിലും കലഫിയോറിയുടെ ഗോൾ ഒരു മികച്ച ഗോളായിരുന്നു. ബോക്സിന് പുറത്തു നിന്നുള്ള ഒരു മനോഹരമായ ഒരു സ്ട്രൈക്കായിരുന്നു. കലഫിയോറിയെ കൊണ്ടുവന്നപ്പോൾ തന്നെ നമുക്കറിയായിരുന്നു അദ്ദേഹം ഈ ഒരു അറ്റാക്കിംഗ് മൈൻഡ് സെറ്റുള്ള ഒരു ഡിഫൻഡറാണ്. പുറത്തുനിന്ന്, അതായത് ബോക്സിന് പുറത്തു നിന്നൊക്കെ ലോങ് റേഞ്ച് ഷോട്ടുകളൊക്കെ ഉതിർക്കാൻ വളരെ മിടുക്കനാണ്. യുവന്റസിനെതിരെയുള്ള മത്സരത്തിലൊക്കെ കഴിഞ്ഞ സീസൺ നമ്മൾ കണ്ടതാണ്. എന്തായാലും കലഫിയോറിക്ക് സ്റ്റാർട്ടിംഗ് 11 കളിക്കാൻ കിട്ടിയ അവസരം അദ്ദേഹം നന്നായി വിനിയോഗിച്ചു. ആദ്യം ആ ഒരു സ്റ്റാർട്ടിംഗ് 11 കളിച്ച ആദ്യ മത്സരത്തിൽ തന്നെ അദ്ദേഹം സ്കോർ ചെയ്തിരിക്കുന്നു. പ്രീമിയർ ലീഗിലെ ആദ്യ ഗോളാണ്. പിന്നെ ഗബ്രിയേൽ മഗലസ് ആ ഒരു ഫോം തുടരുകയാണ്. ഒരു ഡിഫൻഡർ എന്നുള്ള രീതിയിൽ ഇപ്പം നിലവിൽ പ്രീമിയർ ലീഗിൽ 16 ഗോളുകളാണ് മഗലസ് നേടിയിരിക്കുന്നത്. ആർസനലിന്റെ രണ്ടാമത്തെ ഗോൾ 45 മിനിറ്റ് കഴിഞ്ഞ് ആ ഇഞ്ചുറി ടൈമിന്റെ തുടക്കത്തിൽ ഒരു മനോഹരമായ ഒരു ഹെഡറായിരുന്നു, ബുക്കായോ സാക്കയുടെ കോർണറിൽ നിന്നായിരുന്നു. പിന്നെ ഇതിലൊരു ട്വിസ്റ്റ്, എന്തായാലും ഇതിന്റെ ബേസിക് ആയുള്ള ഒരു ഗതി നിർണ്ണയിച്ച ആ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ലിയാൻഡ്രോ ട്രോസാർഡിന്റെ റെഡ് കാർഡ് തന്നെയായിരുന്നു. ഫസ്റ്റ് ഹാഫിന്റെ ഇഞ്ചുറി ടൈമിലാണ് രണ്ടാമതും ട്രോസാർഡിന് മഞ്ഞക്കാർഡ് ലഭിക്കുന്നത്. ആദ്യം 37 മിനിറ്റിൽ മഞ്ഞക്കാർഡ് കിട്ടിയിരുന്നു. അതിനുശേഷം ബെർണാഡോ സിൽവയെ ഫൗൾ ചെയ്തതിന് റഫറി ഫ്രീ കിക്ക് അനുവദിക്കുന്നു. ഫ്രീ കിക്കിന് വേണ്ടി വിസിൽ മുഴക്കുന്നു. പക്ഷേ ട്രോസാർഡ് അത് കേൾക്കാതെ ബോൾ തട്ടി അകറ്റുന്നു. അത് സ്വാഭാവികമായിട്ടും മാൻഡേറ്ററി ആയുള്ള യെല്ലോ കാർഡിലേക്ക് പോകുന്നു. അങ്ങനെ 2 യെല്ലോ കാർഡ് ലഭിച്ചാണ് ട്രോസാർഡ് കളം വിടുന്നത്. ഇതിനുശേഷവും മറ്റ് പല വിവാദങ്ങളും ഉണ്ടായി. ഇത് കൂടാതെ തന്നെ മത്സരം കൂടുതൽ സമയം നീണ്ടുപോയി. അതായത് 8 മിനിറ്റോളം സ്റ്റോപ്പേജ് ടൈം നൽകിയതിനെതിരെയും ആർസനൽ രംഗത്ത് വന്നിരുന്നു. ആർസനൽ ഫാൻസൊക്കെ അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. റഫറിയുടെ ഒരു തീരുമാനം ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു അഭിപ്രായക്കാരനാണ് ആർട്ടേറ്റയും ആർസനലിന്റെ കോച്ചും. മിക്കേൽ ഒളിവേറ പണ്ടും ഇത്തരം കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആർസനൽ താരങ്ങൾക്ക് മാത്രം അദ്ദേഹത്തിന്റെ കരിയറിൽ 7 റെഡ് കാർഡ് നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഇതൊരു വലിയ വിവാദങ്ങൾക്കൊക്കെ ഒരു കാരണമായി മാറി. പലപ്പോഴും അദ്ദേഹം ഇൻകൺസിസ്റ്റന്റ് ആയി പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ആക്ഷേപം. ഇതേ ഇൻസിഡന്റ് ഡോക്കൂനുണ്ടായിരുന്നു, ട്രോസാർഡിന് സമാനമായ. പക്ഷേ ഡോക്കൂന് അദ്ദേഹം കാർഡ് കൊടുത്തില്ല റഫറി. ഇതൊക്കെയാണ് വലിയ ആക്ഷേപങ്ങളായിട്ട് ഉയർന്നു വന്നത്. പിന്നെ വേറൊരു ഇൻസിഡന്റും ഉണ്ടായിരുന്നു. റിക്കാർഡോ കലഫിയോറി ആ ഗോൾ നേടുമ്പോൾ അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കൈൽ വാക്കറിനെയും ബുക്കായോ സാക്കയെയും റഫറി വിളിച്ചിരുന്നു. പക്ഷേ കൈൽ വാക്കർ തൻ്റെ പൊസിഷനിൽ തിരിച്ചെത്തുന്നതിന് മുമ്പ് തന്നെ ആ ഫ്രീ കിക്ക് വരുന്നു. അതിനുശേഷം അത് ഗോളിലേക്ക് കലാശിക്കുന്നു. അപ്പോൾ ഇതിനെതിരെ മാഞ്ചസ്റ്റർ സിറ്റിയും രംഗത്ത് വന്നിരുന്നു. എന്തായാലും പോരാട്ടം വളരെ ആവേശകരമായിരുന്നു. എല്ലാ അർത്ഥത്തിലും ശരിക്കും ഒരു ത്രില്ലർ മത്സരം കണ്ടതിന്റെ പ്രതീതി തന്നെയായിരുന്നു. പ്രീമിയർ ലീഗിൽ കഴിഞ്ഞ ആഴ്ച നടന്ന മറ്റൊരു ശ്രദ്ധേയമായ പോരാട്ടം ചെൽസിയും വെസ്റ്റ് ഹാമും തമ്മിലുള്ള മത്സരമായിരുന്നു. വെസ്റ്റ് ഹാമിനെ
ചെൽസി അവരുടെ തട്ടകത്തിൽ 3-0 തകർത്തത്. ചെൽസി യുവനിര നല്ല രീതിയിൽ ഒന്ന് റോളായി വരുന്നതിന്റെ എക്സാമ്പിളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻസോ മറസ്കയുടെ ടീം സെറ്റായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. 3-0 ചെൽസി വെസ്റ്റ് ഹാമിനെ തകർത്തത്. ഇതിൽ 2 ഗോളുകൾ നിക്ലസ് ജോക്സന്റെ വകയായിരുന്നു. ഒരു ഗോൾ കോൾ പാമർ നേടി. കോൾ പാമറിന്റെ ഗോളിന് വേണ്ടി അസിസ്റ്റ് ചെയ്തത് നിക്ലസ് ജാക്സൺ ആയിരുന്നു. ജാക്സൺ ഒരുപാട് വിമർശനങ്ങളൊക്കെ പണ്ട് നേരിട്ടിരുന്നു. വന്നതിന് ശേഷം വേണ്ടത്ര രീതിയിൽ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല. എന്തായാലും ഇപ്പം സെറ്റായിക്കൊണ്ടിരിക്കുന്നു. നല്ല രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കാൻ നിക്ലസ് ജാക്സന് പറ്റുന്നു. ടീമിന്റെ ഒരു മുന്നേറ്റത്തിൽ നല്ല രീതിയിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ജേഡൻ സാൻജോയും കോൾ പാമറും നിക്ലസ് ജാക്സണും ചേർന്നുള്ള ആ ഒരു ത്രിമൂർത്തികളുടെ ആ ഒരു സിങ്ക്രണൈസേഷൻ അല്ല, അവർ തമ്മിലുള്ള ഒരു ഒത്തിണക്കം, അതും ചെൽസിക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. സാൻജോ ഇപ്പോൾ തുടർച്ചയായ 2ാമത്തെ മത്സരത്തിലും ചെൽസിക്ക് വേണ്ടി അസിസ്റ്റ് നൽകിയിരിക്കുകയാണ്. അതുമാത്രമല്ല നല്ലൊരു പെർഫോമൻസ് ആണ് ചെൽസിക്ക് വേണ്ടിയിട്ട് സാൻജോ വെസ്റ്റ് ഹാമിനെതിരെ കാഴ്ചവെച്ചത്. 90% പാസിംഗ് അക്യൂറസി ഒക്കെ ഉണ്ടായത്. 2 ചാൻസസ് ക്രിയേറ്റ് ചെയ്തു. അപ്പം ടോട്ടലി നോക്കുമ്പോൾ ചെൽസിക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു റിസൾട്ടാണ്. ഇപ്പം നിലവിൽ പോയിന്റ് ടേബിളിൽ 5ാം സ്ഥാനത്തുണ്ട്, ടോപ്പ് 5-ൽ നിൽക്കുന്നു. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ വലിയ പോരാട്ടങ്ങളൊക്കെയാണ് ചെൽസിയെ കാത്തിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ചെൽസിക്ക് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കാൻ പറ്റുന്നു എന്നുള്ളത് എൻസോ മറസ്കയ്ക്കാണെങ്കിലും ടീം മാനേജ്മെന്റിനൊക്കെ വലിയ ആത്മവിശ്വാസവും ആശ്വാസവും നൽകുന്ന ഒരു കാര്യമാണ്. പ്രീമിയർ ലീഗിൽ ടൈറ്റിൽ കണ്ടന്റേഴ്സായി ഇത്തവണ ഞങ്ങളും ഉണ്ടാകുമെന്നുള്ള വ്യക്തമായ സന്ദേശമാണ് ലിവർപൂൾ നൽകുന്നത്. പ്രീമിയർ ലീഗിലെ കഴിഞ്ഞ മത്സരത്തിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനോട് 1-0 പരാജയപ്പെട്ട ലിവർപൂൾ ഗംഭീരമായി തിരിച്ചു വന്നിരിക്കുകയാണ്. 3-0 തകർപ്പൻ വിജയമാണ് ബോൺമൗത്തിനെതിരെ റെഡ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. അർണെ സ്ലോട്ടിന്റെ ടീം വീണ്ടും വിജയവഴിയിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിലെ മത്സരത്തിൽ മിലാനെ അവരുടെ തട്ടകത്തിൽ 3-1 പരാജയപ്പെടുത്തി ലിവർപൂൾ ഒരു നല്ല കംബാക്ക് നടത്തിയിരുന്നു. ഇപ്പം പ്രീമിയർ ലീഗിലും അത് ആവർത്തിച്ചിരിക്കുകയാണ്. ലൂയിസ് ഡിയാസ് 2 ഗോളുകൾ നേടിയപ്പോൾ 1 ഗോൾ ഡാർവിൻ ന്യൂനസിന്റെ വകയായിരുന്നു. ഇപ്പോൾ ഡിയാസ് ഇതുവരെ 5 ഗോളുകളാണ് ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ നേടിയിരിക്കുന്നത്. പിന്നെ അതിനുശേഷം ലിവർപൂളിന് നല്ല ചാൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലൊക്കെ ഉണ്ടായിരുന്നു. KS സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഒടുവിൽ എന്തായാലും നല്ലൊരു വിജയം നേടാൻ ലിവർപൂളിന് സാധിച്ചു. ലിവർപൂൾ നിലവിൽ പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ ഇതിനു കൂടെ വായിക്കേണ്ട ഒരു കാര്യമാണ്. പ്രീമിയർ ലീഗിലെ എവേ മത്സരത്തിൽ 3 പോയിന്റുകൾ നേടാനുള്ള സുവർണ അവസരമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നഷ്ടപ്പെടുത്തിയത്. ക്രിസ്റ്റൽ പാലസിനെതിരെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തു യുണൈറ്റഡ്. പക്ഷേ ഗോൾ നേടാൻ അവർക്ക് സാധിച്ചില്ല. മത്സരം ഗോൾ രഹിത സമനിലയിൽ അവസാനിക്കുകയായിരുന്നു. യുണൈറ്റഡിന്റെ ഭാഗത്തു നിന്ന് പൊസിഷനിലാണെങ്കിലും ഷോട്ടുകളുടെ കാര്യത്തിലെല്ലാം വലിയ ആധിപത്യം ഉണ്ടായിരുന്നു. 67% പൊസിഷൻ ഉണ്ടായിരുന്നു. കൂടുതൽ ഷോട്ടുകളും ഓൺ ടാർഗറ്റ് ഷോട്ടുകളും എല്ലാം യുണൈറ്റഡിന്റെ ഒപ്പമായിരുന്നു. പക്ഷേ ഗോളാക്കാൻ യുണൈറ്റഡിന് സാധിച്ചില്ല. കിട്ടിയ അവസരങ്ങൾ ഗോളായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഗർണാച്ചോയ്ക്കും ബ്രൂണോ ഫെർണാണ്ടസിനും നിരവധി അവസരങ്ങൾ ലഭിച്ചിരുന്നു. അല്പം നിർഭാഗ്യം കൂടി ഉണ്ടായിരുന്നു. 1-2 ഷോട്ടുകൾ പോസ്റ്റിൽ തട്ടിപ്പോയി. പിന്നെ യുണൈറ്റഡിന്റെ മുൻ ഗോൾ കീപ്പറും ഇപ്പോൾ ക്രിസ്റ്റൽ പാലസിന്റെ വലകാക്കുന്ന ഡീൻ ഹാൻഡേഴ്സിന്റെ തകർപ്പൻ പ്രകടനമാണ് യുണൈറ്റഡിന് മറ്റൊരു തിരിച്ചടിയായി മാറിയത്. എന്തായാലും വിജയിക്കേണ്ട മത്സരം സമനിലയിൽ അവസാനിച്ചതിന്റെ ഒരു നിരാശയിലാണ് ടെൻ ഹാഗിന്റെ ടീം കളം വിട്ടത്. പ്രീമിയർ ലീഗിൽ കഴിഞ്ഞ ആഴ്ച സംഭവിച്ച മറ്റ് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് ന്യൂകാസിലിന്റെ പരാജയവും ടോട്ടൻഹാമിന്റെ വിജയമായിരുന്നു. ന്യൂകാസിൽ തുടർച്ചയായിട്ട് വിജയിച്ച് മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രീമിയർ ലീഗിലെ ഈ സീസണിലെ ആദ്യത്തെ തോൽവിയാണ് ന്യൂകാസിൽ നേരിട്ടിരിക്കുന്നത്. ഫുൾഹാം 3-1 ന്യൂകാസിലിനെ തോൽപ്പിച്ചത്. ടോട്ടൻഹാം ആകട്ടെ കഴിഞ്ഞ മത്സരത്തിൽ ആസനലിനോട് പരാജയപ്പെട്ടു. ഇപ്പോൾ വീണ്ടും അവർ വിജയവഴിയിൽ എത്തിയിരിക്കുകയാണ്. ബ്രെൻഫോർഡിനെ 3-1 സ്പർസ് തോൽപ്പിച്ചിരിക്കുന്നത്. എന്തായാലും പ്രീമിയർ ലീഗിലെ കിരീട പോരാട്ടം കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും ആഴ്ചകളിലൊക്കെ മത്സരങ്ങൾ വളരെ കനക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട.